കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ആരണ്യകാന്ഡമാണ് ഇപ്പോൾ നമ്മൾ കഥാരൂപത്തിൽ പറയുന്നത്. ശ്രീരാമചന്ദ്രൻ അത്രിമുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന ആ കഥയൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ശ്രീരാമചന്ദ്രനും ജാനകിയും ലക്ഷ്മണനും പിന്നീട് അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലാണ് എത്തിയത്. 2-3 ദിവസം അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ അവർ താമസിക്കുകയും അഗസ്ത്യമുനിയുടെ അനുഗ്രഹങ്ങളൊക്കെ നേടുകയും ചെയ്തു. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കഥകളൊക്കെ ഇഷ്ടമാണോ? മാധവത്തിനെ ഇഷ്ടമാണോ നിങ്ങൾക്ക്? ഈ കർക്കിടക മാസത്തിൽ രാമായണത്തിലെ കഥകളൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് പ്രയോജനകരമാണോ? നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. നമുക്ക് കഥയിലേക്ക് കടക്കാം. അങ്ങനെ ശ്രീരാമചന്ദ്രനും സീതാദേവിയും അനുജനായ ലക്ഷ്മണനും അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ എത്തുകയും അഗസ്ത്യമുനിയുടെ ആതിഥ്യം സ്വീകരിക്കുകയും 2-3 ദിവസം അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ താമസിക്കുകയും ചെയ്തു. അതിനുശേഷം രാമൻ അഗസ്ത്യമുനിയോട് ചോദിക്കുന്നുണ്ട്, മുനി, എവിടെയാണ് ഞങ്ങൾക്ക് താമസിക്കുവാൻ ഉത്തമമായ ഒരു സ്ഥലം? അങ്ങത് പറഞ്ഞു തരിക. ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അഗസ്ത്യമുനി രാമനോട് പറയുന്നുണ്ട്, അല്ലയോ രാമ, അവിടുന്ന് എവിടെ വസിച്ചാലും അവിടം മഹേന്ദ്ര ഭവനമായിരിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പഞ്ചവടി എന്നൊരു വനപ്രദേശമുണ്ട്. അത് ഗോദാവരി നദിയുടെ തീരത്താണ്. വളരെ സുന്ദരമായ ഒരു പ്രദേശമാണത്. അങ്ങ് ഏറ്റവും ഉത്തമമാണ് നിങ്ങൾക്ക് അവിടെ വസിക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോവുക, ചെന്നിട്ട് അവിടെ ചെന്നിട്ട് 3 പേരും സുഖമായി താമസിക്കുക എന്ന് അഗസ്ത്യമുനി രാമനോട് പറയുന്നു. അതിനുശേഷം വിശ്വകർമാവ് നിർമ്മിച്ച കുറച്ച് ദിവ്യമായ ആയുധങ്ങളുമൊക്കെ തന്നെ ശ്രീരാമചന്ദ്രന് അഗസ്ത്യമുനി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അഗസ്ത്യമുനിയുടെ സ്വീകരണങ്ങളും സൽക്കാരങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ സ്വീകരിച്ചതിനു ശേഷം അവിടെ നിന്നും രാമൻ പുറപ്പെടുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് രാമൻ ഒരാളെ കാണുന്നു. അത് ജടായു എന്ന പക്ഷിയെയാണ്. ജടായു രാമൻ അവിടേക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ജടായു രാമന്റെ അടുക്കലേക്ക് എത്തുന്നു. എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തുന്നു. അല്ലയോ ശ്രീരാമ, ഞാൻ ഗരുഡപുത്രനായ ജടായുവാണ്. അങ്ങയുടെ പിതാവിൻ്റെ വളരെ പഴയ ഒരു സുഹൃത്താണ് ഞാൻ. പക്ഷിരാജനായ സമ്പാദി എൻ്റെ അനുജനാണ്. അങ്ങയുടെ പിതാവിന് ഒരിക്കൽ ഒരു സഹായം എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. പഞ്ചവടി എൻ്റെ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ 3 പേരെയും ഞാൻ അവിടേക്ക് കൊണ്ടുപോകാം എന്ന് ജടായു പറയുകയും ഇവർ 3 പേരും ജടായുവിൻ്റെ കഴുത്തിൽ കയറി ഇരിക്കുകയും അവരെയും കയറ്റിക്കൊണ്ട് ജടായു പഞ്ചവടി എന്ന വനപ്രദേശത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ അവര് പഞ്ചവടിയിലെത്തി. അതിമനോഹരമായ സ്ഥലം, താമസിക്കാൻ ഏറ്റവും യോഗ്യമായ സ്ഥലം തന്നെയാണ് അഗസ്ത്യമുനി നിർദ്ദേശിച്ചത് എന്ന് രാമന് മനസ്സിലാകുന്നു. അങ്ങനെ രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ലക്ഷ്മണ, ഇത് ഗോദാവരി നദിയുടെ തീരത്താണ്. ഇവിടെ നമുക്ക് താമസിച്ചാൽ ഇന്നും നമുക്ക് ഗോദാവരി നദിയിൽ കുളിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, എവിടെയാണ് നമുക്ക് പർണശാല കെട്ടേണ്ടത്? അങ്ങ് കാണിച്ചു തരിക എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ഉത്തമമായ ഒരു സ്ഥലം ഗോദാവരി നദിയുടെ തീരത്ത് തന്നെ രാമൻ കാണിച്ചു കൊടുക്കുന്നു. അതനുസരിച്ചിട്ട് ലക്ഷ്മണൻ തന്നെ അവിടെ ഒരു പർണശാല കെട്ടുന്നു. ജാനകിയുടെ ആഗ്രഹമനുസരിച്ച് ആ പർണശാല വളരെ മനോഹരമായ ഒരു ആശ്രമ പ്രദേശമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് രാമൻ പറഞ്ഞതനുസരിച്ച്, ജാനകിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ലക്ഷ്മണൻ മനോഹരമായ ഒരു പർണശാല അവിടെ നിർമ്മിക്കുകയാണ്.
അങ്ങനെ അവരെ അവിടെ താമസിപ്പിച്ചതിന് ശേഷം അവിടെ നിന്നും ജടായു പോവുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അന്നു രാത്രി അവർ 3 പേരും വളരെ സുഖമായി ഉറങ്ങി. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഗോദാവരിയിൽ കുളിച്ച് സുന്ദരവും സുഗന്ധിയുമായ പുഷ്പങ്ങളെല്ലാം പറിച്ചെടുത്തുകൊണ്ട് വന്ന് നിത്യ പൂജകൾ ചെയ്തു. ലക്ഷ്മണൻ കായ്കളും കിഴങ്ങുകളും ശേഖരിച്ചു. ഗോദാവരിയുടെ ജലം അങ്ങേയറ്റം സ്വാദുള്ളത്, അത്ര ശീതളമായ സ്വാദുള്ള ജലമാണ് ഗോദാവരിയുടേത്. അവിടെ ധാരാളം ആശ്രമങ്ങളും ഉണ്ടായിരുന്നു. എങ്ങും സൗന്ദര്യമുള്ള ഒരു വനപ്രദേശമായിരുന്നു പഞ്ചവടി. കിളികളുടെ ശബ്ദം അതിമനോഹരമായിരുന്നു. ധാരാളം പഞ്ചവർണ്ണ നിറമുള്ള പക്ഷികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുരങ്ങുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അവരിങ്ങനെ തമാശകളൊക്കെ കാണിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും സന്തോഷം നൽകുന്ന ഒരു പ്രദേശമായിരുന്നു പഞ്ചവടി. ഇനി എന്തെങ്കിലും ഒരു ദുഃഖം സീതാദേവിക്ക് ഉണ്ടായാൽ ശ്രീരാമചന്ദ്രന്റെ മുഖം കണ്ടാൽ സീതാദേവിയുടെ സകല ദുഃഖങ്ങളും മാറുകയും ചെയ്യുമായിരുന്നു. രാമനാണെങ്കിൽ അയോധ്യയും വനവുമെല്ലാം ഒരുപോലെയായിരുന്നു. ലക്ഷ്മണൻ രാമനും സീതയും ഒന്നും ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും എപ്പോഴും അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ യാതൊരു കുറവും വരുത്താതെ ഒരു സേവനം പോലെ അദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. ശ്രീരാമനും സീതയും വനവാസത്തിന് പുറപ്പെടുന്ന സമയത്ത് ആരും ലക്ഷ്മണനോട് പറഞ്ഞില്ല ഞങ്ങളുടെ കൂടെ വരാനായിട്ട്. ലക്ഷ്മണൻ സ്വമേധയാ അത് സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ലക്ഷ്മണൻ വനവാസം സ്വീകരിച്ചത്. അങ്ങനെ അവർ 3 പേരും അങ്ങനെ സുഖമായി അവിടെ താമസിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയത്താണ് രാക്ഷസിയായ ശൂർപ്പണഖ, രാവണന്റെ സഹോദരിയാണ് ശൂർപ്പണഖ, ഇങ്ങനെ വനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് രാമനെ കാണുന്നത്. ശൂർപ്പണഖ നോക്കുമ്പം അതിസുന്ദരനായ ഒരു പുരുഷൻ, കാമദേവന്റെ സൗന്ദര്യം, അതിനേക്കാൾ സൗന്ദര്യമുണ്ടോ എന്ന് പോലും ശൂർപ്പണഖയ്ക്ക് തോന്നുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും ഇയാളെ സ്വന്തമാക്കണം, ഈ സുന്ദര പുരുഷനെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു മനുഷ്യരൂപം സ്വീകരിച്ചുകൊണ്ട്, ഒരു സുന്ദരിയായ ഒരു മനുഷ്യരൂപം സ്വീകരിച്ചുകൊണ്ട്, തൻ്റെ രാക്ഷസ രൂപം മറച്ചു വെച്ചുകൊണ്ട് രാമന്റെ അടുക്കലേക്ക് എത്തുകയാണ്. എന്നിട്ട് ശൃംഗാര ചേഷ്ടകളൊക്കെ കാണിച്ചുകൊണ്ട് രാമനെ വശീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങാരാണ്, എവിടെ നിന്ന് വരുന്നു, കണ്ടിട്ട് രാജാവാണെന്ന് തോന്നുന്നു, പക്ഷേ മുനിമാരുടെ വേഷമാണല്ലോ ധരിച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാമൻ തിരിച്ചു മറുപടി പറയുന്നുണ്ട്, ഞാൻ ശ്രീരാമനാണ്, എൻ്റെ രാജ്യം അയോധ്യയാണ്, അച്ഛൻ ദശരഥനാണ്, ഈ നിൽക്കുന്നത് എൻ്റെ അനുജനാണ് ലക്ഷ്മണൻ, ഇത് എൻ്റെ ഭാര്യ സീതയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. തന്നെപ്പറ്റി താൻ ആരാണ് എന്നുള്ള വിവരങ്ങളൊക്കെ ശൂർപ്പണഖയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ശൂർപ്പണഖ പറയുകയാണ്, ഞാൻ ശൂർപ്പണഖയാണ്, ലങ്കയാണ് എൻ്റെ വസതി, രാവണനാണ് എൻ്റെ സഹോദരൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നു, ഈ സീതയാണോ താങ്കളുടെ ഭാര്യ? ഇവൾക്കൊട്ടും സൗന്ദര്യമില്ലല്ലോ, ഒരുപക്ഷെ ഇവളെ വിവാഹം കഴിച്ചത് കൊണ്ടാകാം താങ്കൾക്ക് രാജ്യമൊക്കെ നഷ്ടപ്പെട്ട ഇങ്ങനെ വനത്തിൽ അലയേണ്ടി വന്നത്. അത് ഇവളുടെ ജാതകദോഷം കൊണ്ടാണ്. അതുകൊണ്ട് ഇവളെ ഉപേക്ഷിച്ചിട്ട് എന്നെ വിവാഹം കഴിച്ചാൽ നമുക്ക് ലങ്കയിൽ പോയി സുഖമായി ജീവിക്കാം എന്ന് ഈ ശൂർപ്പണഖ ശ്രീരാമനോട് പറയുന്നു. ഇത് കേട്ട് സീത അല്പം പേടിച്ചു. ഉടൻ തന്നെ രാമൻ സീതയോട് പറഞ്ഞു, സീതയെ വിഷമിക്കണ്ട, പേടിക്കുകയും ചെയ്യരുത്, ഞാനൊരു തമാശ ഒപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ശൂർപ്പണഖയോട് പറയുകയാണ്, ശരി തന്നെ, ഞാൻ പക്ഷേ വിവാഹം കഴിച്ചതാണല്ലോ, ഇനി ഞാൻ ഒന്നുകൂടി നിന്നെ വിവാഹം കഴിച്ചാൽ നീ 2ാമത്തെ ഭാര്യയായി മാറും, സീതയുണ്ടല്ലോ, അപ്പോൾ നിനക്ക് വേണ്ടത്ര ഒരു പരിഗണന കിട്ടുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഭാര്യയില്ലാതെ നിൽക്കുന്നത് എൻ്റെ അനുജൻ ലക്ഷ്മണനാണ്, ലക്ഷ്മണനാണെങ്കിൽ സുന്ദരനുമാണ്, അതുകൊണ്ട് നീ ലക്ഷ്മണനെ സമീപിക്കുക എന്ന് രാമൻ ശൂർപ്പണഖയോട് പറയുന്നു.
അപ്പോൾ ശൂർപ്പണഖയ്ക്ക് തോന്നുകയാണ് അത് ശരിയാണ്, എന്തിനാണ് ഒരു രണ്ടാമത്തെ ഭാര്യയായി ഇങ്ങനെ ജീവിക്കുന്നത്, അതത്ര സുഖകരമായ ഒരു ഏർപ്പാടല്ല. അതുകൊണ്ട് ഭാര്യയില്ലാത്ത ലക്ഷ്മണനെ സമീപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ലക്ഷ്മണനും രാമനെ പോലെ തന്നെ സുന്ദരനാണല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ശൂർപ്പണഖ ലക്ഷ്മണന്റെ അടുത്തേക്ക് ചെന്നിട്ട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. ഉടനെ തന്നെ ലക്ഷ്മണൻ പറയുകയാണ്, എന്താണ് ശൂർപ്പണഖേ നീ പറയുന്നത്? ഞാൻ വെറും ഒരു ജോലിക്കാരനാണ്, ശ്രീരാമന്റെ ദാസനാണ്, കണ്ടില്ലേ അവരെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സേവകന്മാരെ ആരെങ്കിലും പ്രേമിക്കുമോ? ആരെങ്കിലും അവരെ കല്യാണം കഴിക്കുവാൻ ആഗ്രഹിക്കുമോ? ഞാൻ ഭൃത്യനാണ്, സേവകനാണ്. ഞാൻ നിന്നെ വിവാഹം കഴിച്ചാൽ ജോലിക്കാരന്റെ ഭാര്യയായ നീയും ഒരു ജോലിക്കാരിയായി മാറും. അങ്ങനെ വരുമ്പോൾ സീതയ്ക്ക് വേണ്ടിയുള്ള ജോലികളൊക്കെ നിനക്ക് ചെയ്യേണ്ടി വരില്ലേ? അത് ശരിയാണോ? നീ ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ജ്യേഷ്ഠനെ തന്നെ സമീപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ സമീപിച്ചാൽ ഇനി രണ്ടാമത്തെ ഭാര്യ ആണെങ്കിൽ പോലും നിനക്ക് ആളുകൾ വേണ്ട തരത്തിലുള്ള ബഹുമാനങ്ങളൊക്കെ തരികയും ചെയ്യും. ഇങ്ങനെ ലക്ഷ്മണൻ ശൂർപ്പണഖയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശൂർപ്പണഖ വിചാരിച്ചു, ശരിയാണ് ലക്ഷ്മണൻ പറഞ്ഞത്. അങ്ങനെ ഈ ശൂർപ്പണഖ ലക്ഷ്മണനെ വെടിഞ്ഞിട്ട് വീണ്ടും രാമന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, വേണ്ട, ലക്ഷ്മണനെ വിവാഹം കഴിക്കേണ്ട, അങ്ങ് തന്നെ വിവാഹം എന്നെ കഴിക്കണം എന്ന് പറഞ്ഞു. രാമൻ പക്ഷേ സമ്മതിച്ചില്ല. അപ്പോൾ ഈ ശൂർപ്പണഖയ്ക്ക് തോന്നുകയാണ്, ഈ സീതയാണ് എല്ലാത്തിനും തടസ്സം നിൽക്കുന്നത്, അതുകൊണ്ട് ഇവളെ അങ്ങ് കൊന്നേക്കാം എന്ന് കരുതി സീതയെ വിഴുങ്ങാനായിട്ട് വായും പൊളിച്ചുകൊണ്ട് ഈ ശൂർപ്പണഖ സീതയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അത് കണ്ടപ്പോൾ സീത പേടിച്ചു, രാമന്റെ പുറകിൽ ഒളിച്ചു. ഉടൻ തന്നെ രാമൻ ലക്ഷ്മണനെ വിളിച്ചിട്ട് ഉറക്കെ പറയുകയാണ്, ലക്ഷ്മണ മതി, തമാശ മതി, ഇനി നീ പ്രവർത്തിക്കൂ എന്ന് പറയുന്നു. ഉടൻ തന്നെ ലക്ഷ്മണൻ രണ്ടമ്പുകൾ ശൂർപ്പണഖയ്ക്ക് നേരെ അയച്ചു. ഒരമ്പ് കൊണ്ട് അവളുടെ ചെവി മുറിഞ്ഞു, മറ്റൊരമ്പ് കൊണ്ട് അവളുടെ മൂക്ക് മുറിഞ്ഞു. മുറിവിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകി. രാക്ഷസിയുടെ ചുണ്ടുകൾ ചോരയിൽ ചുവന്നു. ഹരേ കൃഷ്ണ. ഇവിടെ ലക്ഷ്മണൻ മൂക്കും ചെവിയും മുറിച്ചതായിട്ടാണ് പറയുന്നത്. പക്ഷേ ചില കഥകളിൽ പറയുന്നുണ്ട് ലക്ഷ്മണൻ വാളുകൊണ്ട് മൂക്കും ചെവിയും ഒരു മുലയും മുറിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തുതന്നെയായാലും ലക്ഷ്മണൻ രാക്ഷസിയെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അവളുടെ ചില അവയവങ്ങൾ മുറിച്ചു കളഞ്ഞു ദേഷ്യം വന്നിട്ട്. അങ്ങനെ ഈ രക്തത്തിലൊക്കെ കുളിച്ച ഈ ശൂർപ്പണഖ അവിടെ നിന്നും എങ്ങോട്ടേക്ക് പോവുകയാണ്? ലങ്കയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ ശൂർപ്പണഖ ആദ്യം ചെല്ലുന്നത് സഹോദരന്മാരായ ഖരന്റെയും ദൂഷണന്റെയും അടുക്കലേക്കാണ്. വിവരങ്ങളൊക്കെ പറയുന്നു. പക്ഷേ കാമത്തോടു കൂടിയാണ് ഞാൻ അവരെ സമീപിച്ചത് എന്നുള്ള കാര്യം പറയുന്നില്ല. അത് മറച്ചു വെച്ചിട്ട് മനുഷ്യ മാംസം തിന്നാനുള്ള കൊതി കൊണ്ട് പോയതാണ് എന്നാണ് പറയുന്നത്. കാരണം സഹോദരന്മാരോട് ഒരു സഹോദരി അങ്ങനെ പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ സഹോദരിയുടെ ഈ സങ്കടം കേട്ടിട്ട് ഈ സഹോദരന്മാർ, അതായത് ഖരനും ദൂഷണനും, ഇത് രണ്ടുപേരും 14,000 സൈന്യങ്ങളെ രാമന്റെയും ലക്ഷ്മണന്റെയും അടുക്കലേക്ക് അയക്കുന്നു. ഈ 14,000 സൈന്യങ്ങളെയും രാക്ഷസന്മാരെയും രാമനും ലക്ഷ്മണനും കൂടി വധിക്കുന്നു. അങ്ങനെ ഈ സൈന്യങ്ങളെല്ലാം നശിക്കപ്പെട്ടു, അവരെ നശിപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് ഈ ഖരനും ദൂഷണനും കൂടി നേരിട്ട് യുദ്ധത്തിന് ചെല്ലുകയും അവരെ രണ്ടുപേരെയും രാമൻ വധിക്കുകയും ചെയ്തു. അങ്ങനെ ഖരനും ദൂഷണനും വധിക്കപ്പെട്ടു എന്നും ഈ 14,000 രാക്ഷസന്മാരും വധിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ട് ശൂർപ്പണഖ പിന്നീട് എങ്ങോട്ടേക്കാണ് പോയത്? രാവണന്റെ അടുക്കലേക്കാണ് പോയത്. രാവണന്റെ അടുക്കൽ ചെന്നിട്ട് ശൂർപ്പണഖ തന്റെ സങ്കടം പറയുകയാണ്. കാട്ടില് ഒരു സുന്ദരൻ വന്നിട്ടുണ്ട്, രാമൻ എന്നാണ് പേര്. അയാളുടെ കൂടെ അയാളുടെ സഹോദരനുണ്ട് ലക്ഷ്മണൻ. അവരാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചത്. ഈ രാമന് ഒരു ഭാര്യയുണ്ട്, സീത, അതീവ സുന്ദരിയാണ്.
ദേവസുന്ദരികളെക്കാൾ സൗന്ദര്യമുണ്ട്. ഉർവശി, രംഭ, തിലോത്തമ, മേനക തുടങ്ങിയ അപ്സരസുകളെക്കാൾ സുന്ദരിയാണ് സീത. ആ സീതയും കൊണ്ടാണ് ഈ രാമൻ എപ്പോഴും നടക്കുന്നത്. അയോധ്യ രാജാവാണ്, ദശരഥന്റെ പുത്രനാണ്. അച്ഛൻ ചെയ്ത സത്യം പാലിക്കാനായി ഇപ്പോൾ കാട്ടിൽ അലയുകയാണ്. മുനിമാരുടെ വേഷമാണ്, പക്ഷെ യഥാർത്ഥത്തിൽ മുനിമാരല്ല, ക്ഷത്രിയരാണ്. ഈ സീത, അവൾ മഹാലക്ഷ്മിയാണ്. അവൾ ഇങ്ങനെ കാട്ടിൽ അലയേണ്ടവളല്ല. അവളെ ജ്യേഷ്ഠൻ പിടിച്ചുകൊണ്ട് വരണം. ഈ ലങ്കയ്ക്ക് അലങ്കാരമാണ് അവൾ. അവളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ലങ്ക ദേവലോകം പോലെ ആയിത്തീരും. അതുകൊണ്ട് ജ്യേഷ്ഠൻ എൻ്റെ ഈ ദുഃഖം ശമിപ്പിക്കണം. എന്നെ അവർ വേദനിപ്പിച്ചതുപോലെ തന്നെ അവരെയും വേദനിപ്പിക്കണം എന്ന് ശൂർപ്പണഖ രാവണനോട് പറഞ്ഞു. രാവണൻ എന്തു ചെയ്യണം എന്നാലോചിച്ചുകൊണ്ട് ഇരുന്നു. ആ സമയത്ത് ശൂർപ്പണഖ പറഞ്ഞ സീതയുടെ ആ രൂപം, ആ സൗന്ദര്യമൊക്കെ രാവണന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എങ്ങനെയെങ്കിലും സീതയെ കൊണ്ടുവരണം, തൻ്റെ ലങ്കയിൽ അലങ്കാരമായി സീതയെ കൊണ്ടുവന്നിരുത്തണം, ഇങ്ങനെയൊക്കെ രാവണൻ ചിന്തിക്കുകയാണ്. അതിനുശേഷം രാവണൻ അന്തഃപുരത്തിൽ നിന്നും പുറത്തു വന്നു. അപ്പോഴേക്കും സാരഥി പുഷ്പകരഥം കൊണ്ടുവന്നു. സമീരണൻ എന്ന സാരഥിയാണ് പുഷ്പക വിമാനം, പുഷ്പകരഥം ഓടിക്കുന്നത്. മുത്തും മാണിക്യവും പതിച്ച രഥം നിർമ്മിച്ചിരിക്കുന്നത് സ്വർണം കൊണ്ടാണ്. ഭാവനയിൽ പോലും കാണാൻ കഴിയാത്തത്ര മനോഹരമാണ് ഈ പുഷ്പക രഥം. രാവണൻ 8 കുതിരകളെ പൂട്ടിയ രഥത്തിൽ കയറി. മിന്നൽ പോലെ വേഗത്തിലാണ് ആ രഥം സഞ്ചരിക്കുന്നത്. വിവിധ ദേശങ്ങളും നദികളും അരുവികളും സമുദ്രവും കാടും കടന്ന് അനവധി യോജന ദൂരം താണ്ടി ഈ രഥം എവിടെ എത്തിച്ചേരുകയാണ്? ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ എത്തിച്ചേർന്നു. 100 യോജന പരപ്പിൽ വളരുന്ന ആലിന്റെ ശാഖ, 80 യോജന ചുവട്, 70 യോജന ശാഖകൾ, അങ്ങനെ കൊടുമുടികൾ പോലെ വളർന്നു നിൽക്കുന്ന ഒരു വലിയ ആൽമരം. ആ ആൽമരത്തിന്റെ ചുവട്ടിൽ ആരുണ്ട്? മാരീചനുണ്ട്. രാവണനെ കണ്ടതും മാരീചൻ പേടിച്ചു വിറച്ചു. ഗരുഡനെ കണ്ട സർപ്പത്തെ പോലെയാണ് മാരീചൻ ഭയന്നത്. യമനെ കണ്ട മനുഷ്യനെ പോലെയായിരുന്നു ആ സമയത്ത് മാരീചന്റെ അവസ്ഥ. മാരീചനോട് രാവണൻ പറയുകയാണ്, മിത്രമേ, നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ലങ്കയിൽ ഇതുപോലൊരു ബന്ധു എനിക്കില്ല. 10,000 ആനയുടെ കരുത്തുള്ള ശരീരമാണ് നിനക്കുള്ളത്. ദേവന്മാരും ഗന്ധർവന്മാരും നിന്നെ ഭയപ്പെടുന്നു. ഇന്ന് ഞാൻ ദുഃഖിതനാണ്. നിന്നെ ആശ്രയിക്കുവാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ദണ്ഡകാരണ്യത്തിലുണ്ടായിരുന്ന നിശാചരന്മാരെ എല്ലാവരെയും അയോധ്യയിലെ രാമൻ ഒറ്റയ്ക്ക് വധിച്ചിരിക്കുന്നു. തൃശിരസ്, ദൂഷണൻ, ഖരൻ തുടങ്ങിയ സഹോദരന്മാരൊക്കെ മരിച്ചുപോയി. ഇനി ആരുമില്ല. കഷ്ടം. നിനക്കും എനിക്കും അത്യന്തം ലജ്ജാവഹമായ കാര്യമാണ് ഇത്. ഞാനും നീയും ഉള്ളപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്ന് നീ ഓർക്കുക. അതിനാൽ ഇത് വംശത്തിനു തന്നെ വലിയ കളങ്കമാണ്. സഹോദരി ശൂർപ്പണഖയുടെ ശരീരവും ലക്ഷ്മണൻ മുറിച്ചിരിക്കുന്നു. ആ മനുഷ്യകീടം നമ്മെ അപമാനിച്ചിരിക്കുന്നു. മാരീചനും രാവണനും രാവണപുത്രൻ മേഘനാഥനും ജീവിച്ചിരിക്കുമ്പോഴാണ് നിസാരനായ രാമൻ ഇത്ര വലിയ ആപത്ത് ചെയ്തത്. ഇതിന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം? അതിനുവേണ്ടി ഞാൻ നിന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു മിത്രമേ, നീ എന്നെ സഹായിക്കണം എന്ന് രാവണൻ മാരീചനോട് പറയുന്നു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, അവൻ്റെ കൂടെ പരമസുന്ദരിയായ ഒരു നാരിയുണ്ട്.
അവളുടെ രൂപഗുണങ്ങളെ വർണ്ണിക്കുവാനാകില്ല. അവളെ അപഹരിക്കണം, അതിന് നീ എന്നെ സഹായിക്കണം എന്നുകൂടി ലങ്കാരാജൻ രാവണൻ മാരീചനോട് പറയുന്നു. ഇത് കേട്ട് മാരീചൻ പറഞ്ഞു, എന്തൊരു കഷ്ടമാണ്! ആരാണ് നിനക്ക് ഈ ദുർബുദ്ധി ഉപദേശിച്ച് തന്നത്? രാമന് ജീവനേക്കാൾ പ്രിയമാണ് ജാനകി. ആ ജാനകിയെ അപഹരിച്ചാൽ ലങ്കാപുരി പിന്നെ കാണുമോ? രാമൻ വെച്ചേക്കുമോ? രാമനോട് എതിർത്താൽ അവൻ യമപുരിയിൽ എത്തിച്ചേരും. ശ്രീരാമന്റെ അടുത്ത് നിന്റെ സാമർഥ്യമൊന്നും ഫലിക്കുകയില്ല. കുംഭകർണനും വിഭീഷണനും രാവണപുത്രന്മാരും മരിക്കുക തന്നെ ചെയ്യും. എല്ലാം നശിക്കും. അതുല്യമായ മഹിമയുള്ള ലങ്കാപുരി നിന്റെ ദുഷ്ടബുദ്ധി കൊണ്ട് നശിപ്പിക്കരുത്. ലങ്കയെ രക്ഷിക്കണം. സീതയെ കൊണ്ടുവന്നാൽ വലിയ കലഹമുണ്ടാകും. എല്ലാവർക്കും ആപത്തുണ്ടാകും. ചീത്തമന്ത്രിയുടെ ഉപദേശത്തിൽ രാജ്യലക്ഷ്മി രാജ്യം വിട്ട് പോകും. രാജ്യലക്ഷ്മി രാജാവിനെ ഉപേക്ഷിക്കും. എന്നാൽ ഒരു നല്ല മന്ത്രിയുടെ വചനത്താൽ ലക്ഷ്മി ദേവി അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, നീ ഇത് ചെയ്യരുത്. ഇങ്ങനെ മാരീചൻ രാവണനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ രാവണൻ സമ്മതിക്കുന്നില്ല. മാരീച, ഇങ്ങനെയൊന്നും പറയാതെ നീയൊരു മാനാകണം. രാമനെ അകറ്റണം സീതയിൽ നിന്ന്. ആ സമയത്ത് സീതയെ ഞാൻ അപഹരിക്കാം. ഉടനെ മാരീചൻ പറയുകയാണ്, ഞാൻ മാനായിട്ട് അങ്ങോട്ട് ചെല്ലാം. ആദ്യം എൻ്റെ മരണം, പിന്നെ നിന്റെ മരണം. അല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. രാമനോട് ഒരു അപരാധവും ചെയ്യരുത്. നീ ഈ കാര്യങ്ങളൊക്കെ മറന്നുകൊള്ളുക എന്ന് മാരീചൻ വീണ്ടും രാവണനെ ഉപദേശിക്കുന്നു. പക്ഷേ രാവണൻ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല. എങ്ങനെയെങ്കിലും സീതയെ പിടിച്ചുകൊണ്ടുവരാൻ സഹായിക്കണം എന്ന രീതിയിൽ സംസാരിക്കുന്നു. ഒരു സമയത്ത് ഒരു ഭീഷണി പോലും ഉണ്ടാകുന്നു. അത് കേട്ടപ്പോൾ മാരീചൻ വിചാരിക്കുകയാണ്, രാവണനെ സഹായിച്ചില്ലെങ്കിൽ രാവണൻ എന്നെ കൊല്ലും, സഹായിച്ചാൽ രാമൻ എന്നെ കൊല്ലും. എന്തായാലും മരണം ഉറപ്പാണ്. രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ പുണ്യം രാമന്റെ കൈകൊണ്ട് മരിക്കുന്നതാണ്. അതുകൊണ്ട് രാമന്റെ കൈകൊണ്ട് മരിക്കുവാനായി മാരീചൻ തീരുമാനിക്കുന്നു. അങ്ങനെ രാവണനെ സഹായിക്കാം എന്ന് മാരീചൻ പറയുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ മാരീചൻ ഒരു മാനായി രാമന്റെയും സീതയുടെയും അടുക്കലേക്ക് പോകുന്ന ആ ഭാഗങ്ങളാണ് നമ്മൾ അടുത്ത ദിവസം കഥാരൂപത്തിൽ പറയുന്നത്. നിങ്ങൾ ആ കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ഇനി അങ്ങോട്ട് വളരെ സംഭവ ബഹുലമായ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഓരോ അധ്യായവും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് വേണം ഇനിയുള്ള അധ്യായങ്ങൾ കേൾക്കാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.